നന്മ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നന്മ പരിസ്ഥിതി പുരസ്കാരത്തിന് അടക്കാപുത്തൂർ സംസ്കൃതി സ്ഥാപകൻ രാജേഷ് അടക്കാപുത്തൂർ അർഹനായി. ജൂൺ 3 വൈകുന്നേരം 4:30 നന്മ തണൽ എന്ന പേരിൽ നന്മ ഓഡിറ്റോറിയത്തിൽ നടക്കും. പരിപാടി പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീമതി സുമു സക്കറിയ പുരസ്കാരം സമർപ്പിക്കും. നമ്മുടെ ഈ പ്രദേശത്തെ ഒരു നല്ല പരിസ്ഥിതി പ്രവർത്തകനാണ് അത് കൊടുക്കാൻ ആലോചിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മുടെ ഈ ജില്ലയിലും ഒക്കെ തന്നെ നന്നായി പരിസ്ഥിതി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്കൃതിയുടെ സ്ഥാപകനും ഡയറക്ടറുമായിട്ടുള്ള രാജേഷ് അടക്കാപുത്തൂരിനാണ് അത് ആ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം തൈ വിതരണം മാത്രമല്ല, വ്യത്യസ്ത തരത്തിലുള്ള ഈ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രവർത്തനം, സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച്, വീടുകൾ കേന്ദ്രീകരിച്ച്, കോളനികൾ കേന്ദ്രീകരിച്ച് ഒക്കെ തന്നെ ഇതിൻ്റെ പ്രചരണം നടത്തുകയും തൈകൾ വിതരണം ചെയ്യുകയും, ഇപ്പോൾ സ്മൃതി വനം, അതേപോലെ തന്നെ നക്ഷത്ര വനങ്ങൾ, അതേപോലെ തന്നെ അത്തരത്തിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പരിപാടികളും പ്രവർത്തനങ്ങളും പരിസ്ഥിതി വാരത്തിന് മാത്രമല്ല ബാക്കി എല്ലാ സമയത്തും സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുമായി കൈകോർത്ത് നന്നായി ചെയ്യുന്ന ഒരു സ്ഥാപനവും വ്യക്തിയാണ്. സമൂഹത്തിൻ്റെ നന്മ, അതാണ് ഈ നന്മ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. സാംസ്കാരിക കേന്ദ്രം പബ്ലിക് ലൈബ്രറി അതിൻ്റെ ഈ ഒരു 10-11 വർഷത്തെ കാലയളവിൽ കല, സാമൂഹിക, സാംസ്കാരിക, ധാർമ്മിക, കായിക മേഖലകളിലെല്ലാം അതിൻ്റെ കൈമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അതിനിവിടെ തന്നെ ഒരു കലാവേദിയുണ്ട്, കുട്ടികൾക്ക് ബാലവേദി പ്രവർത്തിക്കുന്നുണ്ട്, കായികമായി ബന്ധപ്പെട്ടൊരു സ്പോർട്സ് അക്കാദമി പ്രവർത്തിക്കുന്നുണ്ട്, മുതിർന്ന കായിക പ്രേമികൾക്ക് വേണ്ടി ഒരു വെറ്ററൻസ് ഫുട്ബോൾ ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു വുമൺസ് വിങ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നന്മ സാമൂഹികമായി എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന നിലയ്ക്ക് ഇതിനെ കൂടുതൽ ജനകീയമാക്കുകയും ആളുകളിലേക്ക് എത്തിക്കുവാനും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഒരു സഹകരണം നന്മ ആഗ്രഹിക്കുന്നുണ്ട്.